വിശാലമായിട്ട് തന്നെ നാം പറഞ്ഞു. ഇനി 10ാമത്തെ ഫർദാണ് അത്തശഹ്ഹുദുൽ അഖീർ, അവസാനത്തെ തഹിയ്യത്ത്. അതിൽ വാജിബായ കാര്യം, അതിന്റെ അഖല്ലായ രൂപം എന്ന് പറയാം. അത്തഹിയ്യാത്തു ലില്ലാഹി സലാമുൻ അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു വഅലാ ഇബാദില്ലാഹി സലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് സമയം ചുരുങ്ങിയ സമയത്തൊക്കെ നിസ്കരിക്കുന്നതെങ്കിൽ ഫർദെങ്കിലും ഒഴിവായി പോവാതെ പെട്ടെന്ന് നമുക്ക് നിസ്കരിക്കാം. സാധാരണ എല്ലാവർക്കും അതിന്റെ പൂർണ്ണ രൂപം അറിയാം. തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് എന്ന് തുടങ്ങുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് റിആയത്തു കലിമാത്തി, അതിന്റെ കലിമത്തുകൾ ശ്രദ്ധിക്കണം. അപ്പോ നല്ല അക്ഷരശുദ്ധിയോടെ അത് പഠിച്ചെടുക്കണം എന്നർത്ഥം. വഹുറൂഫിഹി, ഹർഫുകൾ ശ്രദ്ധിക്കണം. വതസ്ദീദാതിഹി വഇറാബിഹി, അതിന്റെ ശബ്ദങ്ങൾ. അല്ലാ ഇലാഹ എന്ന് പറയാൻ പറ്റില്ല, അല്ലാ ഇലാഹ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഫാത്തിഹ എങ്ങനെ പഠിക്കുന്നു അതുപോലെ തഹിയ്യത്ത് പഠിക്കണം. ഖൗലിയായ റുക്നാണ്. അതുപോലെ അൽ മുവാലാത്ത്, തുടർച്ചയായിട്ടായിരിക്കണം അത് സംഭവിക്കേണ്ടത്, തുടരേ ആയിരിക്കണം. തഹിയ്യത്ത് കുറേ കഴിഞ്ഞിട്ട് മുബാറകാത്ത് ഇങ്ങനെ പറഞ്ഞാൽ തഹിയ്യത്ത് ശരിയാവുകയില്ല. അതുപോലെ തന്നെ ഖൗലിയായ റുക്നിന്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞിരുന്നു. ഇസ്മാഉ നഫ്സിഹി, തന്റെ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കണം. അപ്പോഴേ ആ ഫർദ് വിടുകയുള്ളൂ. അത് സുന്നത്തും അങ്ങനെ തന്നെയാണ്. സുന്നത്തായ സൂറത്തിന്റെ കൂലി നമുക്ക് കിട്ടണമെങ്കിൽ ആ സുന്നത്തിന്റെ സമയത്ത് നമ്മളെ ശരീരം കേൾക്കുന്ന വിധത്തിൽ നമ്മൾ പാരായണം ചെയ്യണം. അതുപോലെ അറബിയിലായിരിക്കുക. ഈ വിഷയങ്ങളൊക്കെ ഇതിന്റെ നിബന്ധനകളിൽ പെട്ടതാണ്. ഈ വിഷയം ഈ രൂപത്തിലല്ല സംഭവിച്ചതെങ്കിൽ അത്തഹിയ്യാത്ത് അല്ല എന്നാണ് അതിന്റെ അർത്ഥം. 11ാമത്തെ ഫർദ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ തശഹ്ഹുദിൽ അഖീർ, അവസാനത്തെ തഹിയ്യാത്തിന് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. അതിൽ ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ ഫർദ് വിടും. ഇവിടെയും ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ ഹർഫുകൾ ശ്രദ്ധിക്കണം, ശബ്ദങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ മഖ്റജ് ശ്രദ്ധിക്കണം, മുവാലാത്ത് ഉണ്ടായിരിക്കണം. ഈ നേരത്തെ അത്തഹിയ്യാത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെയും പരിഗണിക്കൽ നിർബന്ധമാണ്. അസ്സാനി അശർ, 12ാമത്തെ ഫർദ് അൽ ഖുഊദു ലിതശഹ്ഹുദി വസ്സലാത്തി വസ്സലാം, സ്വലാത്തും തശഹ്ഹുദിനും സലാമിനും ഒക്കെ വേണ്ടി ഇരിക്കുക എന്നതാണ്. ഇതാണ് ഇപ്പൊ 12 ഫർദുകൾ നമ്മൾ പറഞ്ഞു. ഇനി ഇവകൾക്കെല്ലാം ഉള്ള സുന്നത്തുകൾ മൊത്തത്തിൽ പറയാം. ഇതിനൊക്കെയുള്ള സുന്നത്ത് തവറുക്ക്, ഒന്ന് തവറുക്കിന്റെ ഇരുത്തം ഇരിക്കുക. ഇഫ്തിറാഷിന്റെ ഇരുത്തം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. കാൽപാദം നേരെ ഇടതു കാൽപാദം മടക്കി വെച്ച് അതിന്റെ പുറം ഭാഗം താഴെ തട്ടുന്ന വിധത്തിൽ എരിയാണിയോട് ചേർന്ന് നമ്മുടെ പൃഷ്ഠഭാഗം വെക്കുക എന്നത്. എന്നാൽ തവറുക്കിന്റെ ഇരുത്തം, ആ ഇരുത്തം ഇരിക്കുമ്പോൾ ഇടത് കാൽഭാഗം വലത് കാൽ തണ്ടയുടെ ഇടയിലൂടെ പ്രവേശിച്ച് വലത് കാലിൽ അങ്ങനെ കുത്തി വെക്കുക, കിബിലയിലേക്ക് വിരലുകളാകുന്നത്. അതാണ് തവറുക്കിന്റെ ഇരുത്തം. അപ്പൊ നമ്മുടെ അരക്കെട്ടിന്റെ മുകളിലായിരിക്കും, നിലത്ത് പതിഞ്ഞ രൂപത്തിലായിരിക്കും നാം ഇരിക്കുന്നത്. ഈ ഇരുത്തമാണ് അത്തഹിയ്യാത്ത്, സ്വലാത്ത്, സലാം എന്നിവയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ അത് അവസാനത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കേണ്ടത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അല്പം സംശയം വരുന്ന കാര്യമാണ്. അത് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ സലാം വീട്ടുകയാണെങ്കിൽ നമ്മൾ ഏതിരുത്താണ് ഇരിക്കേണ്ടത് എന്ന് ചോദിക്കും. പലരും നമ്മുടെ തറാവീഹൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ആദ്യത്തെ തയ്യാത്ത രൂപത്തിലായിരിക്കും ഇരിക്കുന്നുണ്ട്. പലപ്പോഴും ചോദിക്കാറുണ്ട്. അതാണ് അവിടെ ഒരു മാനദണ്ഡം പഠിച്ചു വെച്ചാൽ ഒരു പ്രശ്നമില്ല. 1 റക്അത്തായാലും 2 റക്അത്തായാലും 3 റക്അത്തായാലും 4 റക്അത്തായാലും റക്അത്തുകളുടെ എണ്ണല്ല ഇവിടെയൊന്നും പരിഗണിക്കുന്നത്. മറിച്ച് ശേഷം നമ്മൾ സലാം കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. അതാണ് മാനദണ്ഡം. ശേഷം സലാം കിട്ടുന്നുണ്ടോ, എന്നാൽ കാലിങ്ങനെ താഴോട്ട് വെച്ചുള്ള തവറുക്കിന്റെ ഈ ഇരുത്താനിരിക്കണം. അത് 1 റക്അത്ത് നിസ്കരിക്കുന്നുണ്ടോ എങ്കിലും 2, 3. കാരണം അവസാനത്തെ അത്തഹിയ്യാത്ത് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഡൗട്ട് വരിക. കാരണം സുബ്ഹിയിലെ അവസാനം ഇല്ലല്ലോ. അപ്പോ പറഞ്ഞത് തെറ്റിപ്പോയി. സംശയമാണെങ്കിൽ കുഴപ്പമില്ല. സുബ്ഹ് നിസ്കാരത്തിൽ നമ്മൾ നിസ്കരിക്കുന്ന അവസരത്തിൽ
അല്ലെ? 2 റക്അത്തേ ഉള്ളൂ. അപ്പൊ അവസാനത്തെ അത്തഹിയ്യാത്ത് പറയാനില്ല, ഒരു അത്തഹിയ്യാത്തേ ഉള്ളൂ അല്ലെ? അതന്നെയാണ് ആദ്യത്തേതും അവസാനത്തേതും. 4 റക്അത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ അവസാനത്തേത് പറഞ്ഞാൽ ആദ്യത്തേത് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കുന്നത്. അപ്പൊ ഈ മാനദണ്ഡം എല്ലാവരും പഠിച്ചു വെക്കണം. ശേഷം സലാമുണ്ടോ എങ്കിൽ ഇരിക്കേണ്ടിയിരിക്കുന്നു, എന്നാ പിന്നെ തെറ്റില്ല. അപ്പൊ എത്രത്തോളം നമുക്ക് പഠിഞ്ഞു അറിയാം. ശേഷം സലാം ഇല്ല, ഇവിടെ സഹ്വിന്റെ സുജൂദ് ഉണ്ടെങ്കിൽ ശേഷം സലാം വരുന്നില്ല, കാരണം സുജൂദ് കഴിഞ്ഞിട്ടാണ് സലാം. അപ്പൊ ഇരിക്കേണ്ടത് ആദ്യത്തെ അദ്ദേഹത്തിൽ എന്ന് പറഞ്ഞായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു, ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കേണ്ട ഒരു സമയമാണത്. അതുവരെ നമുക്ക് ഇങ്ങനെ മാനദണ്ഡം വെച്ച് നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പൊ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കുക എന്നതാണ്. രണ്ടാമത്തേത് കൈ വെക്കുന്നത്. നേരത്തെ നമ്മൾ സുജൂദിന്റെ ഇടയിൽ ഇരിക്കുന്ന അവസരത്തിൽ കൈ വെക്കുമ്പോൾ പറഞ്ഞിരുന്നു, മുട്ടിനോട് ചേർത്താണ് വെക്കേണ്ടത്, ഇങ്ങോട്ട് താഴോട്ടല്ല വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചെങ്കിൽ എന്താ ശ്രദ്ധിക്കണം. ഇങ്ങനെ വെച്ചെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടാവുള്ളൂ? കിബിലയിലേക്കായിരിക്കും. ഇങ്ങനെ വെച്ചാൽ നേരെ താഴോട്ടാവുക, അവിടെയും ശ്രദ്ധിക്കണം. അത്തഹിയ്യാത്തിലിരിക്കുന്ന അവസരത്തിൽ കൈ ഇങ്ങനെ വെച്ച ഉടനെ വലത് കൈ 58ന്റെ കെട്ടിൽ പിടിക്കണം എന്നാണ്. 58 എന്ന് പറഞ്ഞാൽ 10, 20, 30, 40, 50 ഓരോ വിരലുകളും 10ആണ്. പിന്നെ 1 53ന്റെ 1, 2, 3 53ന്റെ കെട്ടിൽ. അപ്പൊ അത്തഹിയ്യാത്തിലേക്ക് ഇരുന്നാൽ ഒരു സുന്നത്ത, പലർക്കും അത് കിട്ടാതെ പോകുന്നതാണ്. ആ സുന്നത്ത് അത്തഹിയ്യാത്തിലേക്ക് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ എങ്ങനെ പിടിക്കണം, ഉടനെ എങ്ങനെ പിടിക്കണം, ഉയർത്തണ്ട, അങ്ങനെ പിടിക്കണം. കുറച്ച് സമയം സമയത്തത് വീണു നല്ല ശ്രദ്ധിക്കണം. ഈ പിടുത്തം പിടിക്കണം, മനസ്സിലായി? ഈ പിടുത്തം പിടിച്ചെന്നെ താഴ്ത്തിയിടാണ്. എന്നിട്ട് ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ഇല്ലെന്ന് ഉയർത്തിയാണ്. അപ്പോഴാണ് ഉയർത്തേണ്ടത്. ഇല്ലെന്നൊക്കെ ഉയർത്തേണ്ടത്. അതായത് അശ്വത ലാഹിലാന്ന് പറയുമ്പോൾ ചില ഉയർത്തും. അങ്ങനെയല്ല, ഇല്ലല്ലാ എന്ന് പറയുന്ന അവസരത്തിലാണ് ഉയർത്തേണ്ടത്. ചില ആളുകൾ കൈ ഇങ്ങനെ അനക്കും, അനക്കാറുണ്ട്. അനക്കം ഇല്ല. അത് അങ്ങനെ ചെയ്തിരുന്നു എന്ന് തഹറക എന്നൊരു ലഫ്ലുണ്ട്, അത് തെറ്റിദ്ധരിച്ചതാണ്. ശരിക്കും റഫഅ എന്നുണ്ട്, ചലിപ്പിച്ചു. ആ ചലിപ്പിച്ചു എന്നുള്ളതിന്റെ ഉദ്ദേശം നേരത്തെ എങ്ങനെ താഴ്ത്തി വെച്ച് പൊക്കി എന്നെ അർത്ഥമുള്ളൂ. ഇമാം നവവി റളിയല്ലാഹു അൻഹു അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, അങ്ങനെ തന്നെയാണ് ചലിപ്പിക്കാൻ തന്നെ വെക്കേണ്ടതെന്ന് നമുക്ക് വേറൊരു വിഷയത്തിൽ കൂടെ കിട്ടും. കാരണം നിസ്കാരം മുഴുവൻ സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ? തുമനീനത്താണ് വേണ്ടത്, അടക്കമാണ് വേണ്ടത്. പിന്നെ അത്തഹിയ്യാത്തിലിരുന്ന് ഇങ്ങനെ ഒരു കളി കളിച്ചാൽ ശരിയാവും, പറ്റൂല. മറ്റു മതങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്, അത് അവർക്ക് വ്യാഖ്യാനങ്ങളുണ്ട്. ചെയ്യുന്നവർക്ക് സൗദിയിലുണ്ട്. ഇനി വേറൊരു കാര്യം പറഞ്ഞത്, സൗദിയിലും അവിടെയും ഇവിടെ ഇപ്പൊ പോകുമ്പോ പലതും നമ്മൾ കാണും. അപ്പൊ നിങ്ങൾ ഇറാഖ് പോയാൽ അതിലേറെ കാണും. സൗദിയിൽ വന്നാൽ മാത്രമല്ല കാണാം, ഒരൊക്കെ തൊപ്പിട്ട് തന്നെ നിസ്കരിക്കാം, ഒരു കല്ലും വെച്ച് നിസ്കരിക്കും. അപ്പൊ നമ്മൾ അവിടെ ഇവിടെ പോകുന്നതല്ല, നമുക്കൊരു മതം കിട്ടും. ആ മതം അനുസരിച്ച് നമ്മൾ പറയും, അതനുസരിച്ച് നമ്മൾ ഇരിക്കും. അപ്പൊ ഈ വേറൊരു മതം നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറിയാൽ മതി, പ്രശ്നമില്ല, മനസ്സിലായി? അപ്പൊ ഷാഫി മതം അനുസരിച്ച് കിടക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇളക്കിയാൽ ബാത്തിലാവുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇളക്കിയില്ല എങ്കിൽ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇളക്കിയില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇളക്കിയില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇളക്കേണ്ട ആവശ്യമില്ല. ഇളക്കിയാൽ ബാത്തിലാവെന്ന് പറഞ്ഞിട്ടില്ല, അപ്പൊ ഇളക്കേണ്ടതില്ല. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ കൈ ഉയർത്തുന്നതിന് മുമ്പ് വെക്കേണ്ട സുന്നത്ത് നഷ്ടപ്പെട്ടു പോയത്, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇല്ലല്ലാഹ് പറയുമ്പോൾ ഉയർത്തുക. ഈ 53ന്റെ കെട്ടിൽ പിടിക്കണം. ഇനി അതുപോലെ തന്നെ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നബി തങ്ങളുടെ ആലി നബി സല്ലല്ലാഹു അലൈഹി സയ്യിദിന മുഹമ്മദ്, അതുപോലെ സയ്യിദിന എന്ന കൂട്ടർ, ഇതൊക്കെ പ്രത്യേകമായി സുന്നത്തുള്ളതാണ്. അതോടൊപ്പം അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം സ്വലാത്തിനും ശേഷം ദുആ ചെയ്യുക എന്നത്, അത് പ്രസിദ്ധമായ ദുആ എല്ലാവരും പറയുന്നു. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് തുടങ്ങുന്ന ദുആ, അത് അവസാനം വരെ ചൊല്ലുക എന്നത് പ്രത്യേകം സുന്നത്താണ്. ഇനി തശബ്ബുഹിൽ വരുന്ന കറാഹത്തുകൾ, ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ ദുആ കൊണ്ടുവരിക എന്നത് കറാഹത്താണ്. അതുപോലെ ഒന്നാമത്തെ അത്തഹിയ്യാത്ത് ദീർഘിപ്പിക്കുക എന്നത് കറാഹത്താണ്. അതുപോലെ തന്നെ ഇടത് കൈ കൊണ്ട് വലത് കൈ ഉയർത്തുന്നതിന് പകരം ഇടത് കൈ ഉയർത്തി,
കറാഹത്താണ്. വലത് കൈ ഇല്ലാത്ത ആൾ പോലും ഇടത് കൈ ഉയർത്തേണ്ടതാണ്. മനസ്സിലായോ? വലത് കൈ ഇല്ലാത്ത വ്യക്തി ഉയർത്തേണ്ടതില്ല എന്നതാണ് ഫിഖ് പറയുന്നത്. അതുപോലെ ദുആ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, സലാമിന് ശേഷം ദുആ ചെയ്യുക, ആ ദുആ ഉപേക്ഷിക്കുക എന്നത് കറാഹത്താണ്. അതുകൊണ്ട് നമ്മൾ പലരും പെട്ടെന്ന് സലാം കിട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? സലാത്ത് മാത്രം ചെയ്തു ആ സലാമിന്റെ തുടക്കം ചെയ്തിട്ട് വീട്ടും. അപ്പൊ ലാസ്റ്റ് അതിന്റെ അവസാനം 4 കാര്യങ്ങളുണ്ട്. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال എന്ന് പറയുന്ന ദുആ. ആ ദുആ ഒരിക്കലും വിട്ടുപോയത് കറാഹത്തുള്ളത്. അപ്പൊ അതെങ്കിലും ചെല്ലണം. അല്ലാഹുമ്മ ഫിലിമ ഖബത്തു തുടങ്ങിയില്ലെങ്കിലും അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ അദാബിൽ ഖബർ തുടങ്ങിയ 4 കാര്യങ്ങൾ അതെങ്കിലും ചെല്ലണം. ഇതാണ് തഹിയ്യത്തുമായി ബന്ധപ്പെട്ടത്. നാളെ പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പറഞ്ഞു കേട്ടതെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബ്, പടച്ച റബ്ബേ, നീ എല്ലാ നിലക്കും ഞങ്ങൾക്ക് ഇൽമ് കൂടുതൽ പഠിക്കാൻ അറിയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞു കേട്ടതെല്ലാം നീ സ്വീകരിച്ചതിന്റെ മിഥില തവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇറക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ അല്ലാഹ്. നരകം ഹറാമാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവരും ഖൈർ നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. നസ്ബത്ത് ജമാഅത്തിനെത്തിയവരെ നീ സ്വീകരിക്കണേ റഹ്മാനെ. പ്രിയ ബർക്കത്ത് ജീവിതത്തിൽ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മരിക്കുന്ന സമയം കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചോനെ, അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നന്മറിഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കുറേ ആളുകൾ പള്ളിയിൽ തന്നെ വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹു. അവരുടെയൊക്കെ ഖബറിൽ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രതികൂല സാക്ഷികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. വിശുദ്ധ റമദാനുകളെ ധാരാളം സ്വീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹീമായ റബ്ബേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദാഇ തന്റെ വിപത്ത് നീ വിധിച്ചുവെങ്കിൽ എല്ലാം നീ തട്ടിക്കളയണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വ